എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്രയും കുറച്ച് ടിപ്സും നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ആ ജംഗ്ഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ജംഗ്ഷനിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ടി ജംഗ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ടി ജംഗ്ഷനിലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും മെയിൻ റോഡ് അതിൽ പോകുന്നുണ്ട്. നമ്മൾ ഒരു ബ്രാഞ്ച് റോഡിൽ നിന്ന് നമ്മൾ എങ്ങനെ അതിലോട്ട് കയറാനും അതുപോലെ തന്നെ ആ റോഡിൽ നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് എൻട്രി ചെയ്യേണ്ടതും എക്സിറ്റ് ആവേണ്ടതിനെ കുറിച്ചിട്ടാണ്, ആർക്കാണ് അവിടെ പ്രയോറിറ്റികൾ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടി ജംഗ്ഷനിൽ നമ്മൾ എങ്ങനെ വാഹനത്തിനെ കൺട്രോൾ ചെയ്ത് യാത്ര സുരക്ഷിതമായിട്ട് പോവാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സ്വഭാവ ഗുണം നമുക്ക് എല്ലാവർക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കാൻ നേരത്ത് നമുക്കുണ്ടാവും. ക്ഷമയാണത്. ഇപ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന വാഹനങ്ങൾ നോക്കി അറിയാം, ഇതൊരു ബ്രാഞ്ച് റോഡാണ്. ഈ ബ്രാഞ്ച് റോഡ് മെയിൻ റോഡ്, അതിൽ ബസ് പോയ റോഡാണ്. അപ്പൊ ആ റോഡിൽ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ ആ മെയിൻ റോഡിലെ വാഹനത്തിന്റെ ഡ്രൈവിങ്ങിനെ, ആ മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ യാത്രയ്ക്ക് യാതൊരുവിധ തടസ്സവും വരുത്താൻ പാടില്ല. നമുക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ റോഡിൽ ഒരു വാഹനം നല്ല സ്പീഡിൽ പോകുന്നു, അവിടെ 40 മൈൽ സ്പീഡാണ് അവന്റെ സ്പീഡ് ലിമിറ്റ് എങ്കിൽ ആ ഒരു സ്പീഡിൽ നമ്മൾ എൻട്രി ചാടി അതിന്റെ മുമ്പിലേക്ക് കയറുമ്പോൾ അവൻ സഡൻ ആയിട്ടുള്ള ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവന് ആക്സിഡന്റ് ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കാനോ പാടുള്ളതല്ല. മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ മെയിൻ റോഡ് കാലിയാണെങ്കിൽ നമ്മൾ വരുന്ന ജംഗ്ഷനുകളിൽ നിന്ന് അവിടെ ഒരു ഗീവ് വേ സൈൻ വരച്ചിട്ടുണ്ടാവും. ഗീവ് വേ സൈൻ എന്താന്നുള്ള കാര്യം എല്ലാവരും ഇവിടെ പഠിക്കുന്ന, യൂറോപ്പിൽ വാഹനം ഓടിക്കാൻ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഭാവിയിൽ ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഗീവ് വേ സൈനിൽ നമ്മൾ ജസ്റ്റ് അവിടെ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം വലതുവശത്തുനിന്ന് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും മെയിൻ റോഡിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന സൈഡിൽ സുരക്ഷിതമായിട്ട് നമുക്ക് എൻട്രി ചെയ്യാം എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, മെയിൻ റോഡിൽ നമ്മൾ ചിലപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അത്രയും സമയമൊക്കെ നമുക്ക് കൂടുതലായിട്ട്, ചിലപ്പോൾ 1 മിനിറ്റിലും കൂടുതൽ സമയം നമുക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. കാരണം മെയിൻ റോഡ് കാലി എപ്പോൾ ആവുന്നു അന്നേരം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മെയിൻ റോഡിലൂടെ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് നമുക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തന്ന അനുമതി തരുവാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാട്ടോ, കുഴപ്പമില്ല. അപ്പോൾ പക്ഷെ ആ മെയിൻ റോഡിലൂടെ പോകുന്ന വ്യക്തിയുടെ, ആ ഡ്രൈവർക്കുടെ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുപോലെ തന്നെ മെയിൻ റോഡിൽ 2 ഡയറക്ഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോഡിൽ അറ്റ് പ്രസന്റിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ അവരുടെ പെർമിഷന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. മെയിൻ റോഡിലുള്ള ഇടത് സൈഡിലൂടെ പോകുന്ന വാഹനത്തിനാണ് ആ മെയിൻ റോഡിന്റെ പ്രയോറിറ്റി. അപ്പോൾ നമ്മളിപ്പോ ചെന്ന് കയറാൻ നിൽക്കുന്ന റോഡില്, നമ്മളിപ്പോ ഈ ഒരു നീലക്കാറ് ചെന്ന് പോകുന്ന റോഡ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് കയറാനുള്ളതെങ്കിൽ അതിന്റെ അകത്ത് ഇടത് സൈഡിൽ കൂടെ വരുന്ന വാഹനത്തിനാണ് ആ മെയിൻ റോഡിലുള്ള പ്രയോറിറ്റി. ആ ഇടത് സൈഡിൽ വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് അവിടുന്ന് പെർമിഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക, മെയിൻ റോഡില് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള വാഹനങ്ങളെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ആ വണ്ടികളുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഡ്രൈവിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്യരുത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വളവ് വീശി അടിച്ച ഒരു ചില ജംഗ്ഷനിലേക്കൊക്കെ അങ്ങ് കയറി ചെല്ലുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ശീലം നമുക്ക് ഇവിടെ പാടില്ല. നമുക്ക് ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ക്ഷമയില്ലാതെ നമുക്ക് ഈ രാജ്യങ്ങളിലൊന്നും വാഹനം ഓടിക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ചില സംശയം തോന്നാൻ, നമ്മളിപ്പോ ഒരു മെയിൻ റോഡിൽ കൂടെ പോവുകയാണ്, നമുക്ക് വലതുവശത്തേക്കാണ് തിരിയാനുള്ളത് എന്ന് കരുതുക. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ചെല്ലുന്നു. ആ വലതുവശത്തേക്ക് കയറുമ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവരുടെ ഇടത് സൈഡിൽ കൂടെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അവരുടെ ട്രാക്കിൽ കൂടെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇടത് സൈഡിൽ കൂടെയാണ് പോകുന്നത്, നമ്മുടെ ട്രാക്ക് നമുക്ക് പ്രയോറിറ്റി ആണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് വലതുവശത്തേക്ക് കയറണം. അപ്പൊ ആ വലതുവശത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ അവര് ഉപയോഗിക്കുന്ന ട്രാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അന്നേരം നമ്മൾ അവരുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. അങ്ങനെ ഒരു വാഹനം ഇല്ല എങ്കിൽ നമുക്ക് വലതുവശത്തേക്ക് സുരക്ഷിതമായിട്ട് പ്രവേശിക്കാൻ പറ്റൂ കേട്ടോ. ഈ പോകുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു വാഹനങ്ങളുണ്ടല്ലോ, 4 ചെറിയ വീലിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളിലുള്ള ആരെങ്കിലും റോഡിലുണ്ടെങ്കിൽ
അവരൊക്കെ കടന്നു പോയി അവർ സുരക്ഷിതമായിട്ട് റോഡിന്റെ അങ്ങേ സൈഡിൽ എത്തി. ഇതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൺ അടിച്ച് അവരെ പേടിപ്പിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഏതെങ്കിലും ഒരു സൈക്ലിസ്റ്റ് പോലും നമ്മുടെ റോഡിൽ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ, അത് വിൻഡൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ആ സൈക്ലിസ്റ്റിനോട് എത്ര അകലം പാലിക്കണം എന്ന് വരെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ടുണ്ടാവും. അപ്പൊ അത്ര അകലം പാലിച്ച് മാത്രമേ നമ്മൾ ഓടിക്കാവുള്ളൂ. മെയിൻ റോഡിൽ കൂടെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഏകദേശം 50 മൈല് സ്പീഡിലൊക്കെയാണ് ആ മെയിൻ റോഡിൽ കൂടെ ചില വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു മെയിൻ റോഡിന്റെ ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റ് മാക്സിമത്തിൽ പിടിച്ചിട്ടായിരിക്കും ഓരോ ഡ്രൈവർമാരും പോവുക. കാരണം ആരും ഹോണൊന്നും അടിക്കില്ല, പക്ഷെ നമ്മുടെ പുറയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഒരു 50 മൈല് സ്പീഡിൽ പോകുന്ന റോഡില് നമ്മൾ 20 മൈലില് വണ്ടി ഓടിക്കാം, ആരും ഒന്നും വഴക്കൊന്നും പറയില്ല. പക്ഷെ നമ്മുടെ പുറയിൽ ഇങ്ങനെ വാല് പോലെ ഇങ്ങനെ ലൈനായിട്ട് അവർ നിൽക്കും. അവര് കുറച്ചു നേരം അവർ നോക്കും, എന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോ എന്ന് നോക്കിയതിന് ശേഷം സേഫ് ആണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുള്ളൂ. ഇവിടെ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ഇവിടെ ഓവർടേക്ക് ചെയ്യുള്ളൂ. വേറെ എന്നാ പറയണ, തോന്നിയ പറ്റുന്ന ചറപറ ഹോൺ അടിച്ചൊന്നും ആരും ഇവിടെ വാഹനം ഓടിക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കൂടി ഒരു സെറ്റപ്പ് വീഡിയോ കിട്ടി. ഇപ്പോ ആ ബ്രാഞ്ച് റോഡിൽ നിന്ന് ഒരു വാഹനം ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു വാഹനം പോകാനുണ്ട്. പക്ഷെ അങ്ങേ എൻ്റെ ഇത് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോ അവരുടെ ട്രാക്ക്, അവരുടെ പെർമിഷന് വേണ്ടി കാത്തു നിന്നു. ഇടത് സൈഡിൽ നിന്നുള്ള വണ്ടി പോയി തീർന്നു, വലത് സൈഡിലെ വണ്ടികളെല്ലാം പോയി തീർന്നതിന് ശേഷം മാത്രം ബ്രാഞ്ച് റോഡിൽ നിന്ന് ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു ക്ഷമ, അത്രയും നേരം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്നുമല്ല, അതുപോലെ തന്നെ നമ്മളിപ്പോ ബ്രാഞ്ച് റോഡിൽ നിന്ന് ഫ്രീ ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങി പോകണം എന്ന് കരുതുക. അങ്ങനെ ഫ്രീ ലെഫ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ മെയിൻ റോഡിൽ ഒരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ മെയിൻ റോഡിലൂടെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്യാനും പാകത്തിന് ഒരു സിറ്റുവേഷൻ വരുത്തരുത്. അപ്പൊ നമ്മൾ നോക്കുക, എപ്പോഴും നമ്മുടെ വലത് സൈഡിലോട്ട് നോക്കുക, അതുപോലെ തന്നെ വലത് സൈഡിൽ നിന്ന് വാഹനം വരുന്ന സ്പീഡ് നോക്കുക, എത്ര ദൂരത്തിലാണെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ മാത്രം കയറുക. എപ്പോഴാണെങ്കിലും നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഈ രാജ്യത്ത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് എങ്ങാനും അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഈ രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-200 പൗണ്ട് കൊടുത്താലൊന്നും നമ്മൾ രക്ഷപ്പെട്ട് പുറത്ത് കടക്കൂല. കൊടുക്കേണ്ട പൈസയുടെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ നമുക്ക് തിയറി എക്സാമിനേഷൻ ഒരു ചോദ്യമുണ്ട്, നമ്മൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിന് എത്ര പൗണ്ട് ആയിരിക്കും ഫൈൻ വരിക എന്നുള്ള കാര്യം. അൺലിമിറ്റഡ് എന്നാണ് അതിനുള്ള ഉത്തരം. കാരണം എത്ര പൗണ്ട് വരും ഇൻ കേസ് നമ്മൾ ഒരു വ്യക്തിനെയൊക്കെ ആക്സിഡന്റ് ആക്കി മരിച്ചു എന്ന് കരുതുക. നമ്മൾ ആക്സിഡന്റ് ആയി നമ്മുടെ കെയർ ഓഫിൽ വണ്ടി ഇടിച്ചിട്ട് ഒരാളെങ്ങനെ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനൊക്കെയുള്ള നഷ്ടപരിഹാരം കാൽക്കുലേറ്റ് ചെയ്യണത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായവും എത്ര വയസ്സ് വരെ അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്യണവരെ, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും ഇവിടെ കുറച്ചുകൂടെ ഒരു പൈസ കൂടുതലായിട്ടാണ് തോന്നാറ്. കാരണം നമ്മുടെ നാടായിട്ടാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുക. എനിവേ, മറ്റൊരു യാത്രാ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുകയും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും. ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് എല്ലാവരും വാഹനം